ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന നല്ല വെറൈറ്റി റെസിപ്പിയാണ്. നമുക്കൊരു ലൈവ് ലോബ്സ്റ്ററിനെ 2 കിട്ടിയിട്ടുണ്ട്. ഒരു 1.5 കിലോ വരും അത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളിന്ന് കബാബാണ് ചെയ്യാൻ പോകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കബാബ് റെസിപ്പി ഇന്ന് ഞാൻ ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ എല്ലാ അപ്ലോഡ്സും അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഇൻബോക്സിൽ വരും. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണുക. ഇതാണ് നമ്മുടെ 2 ലോബ്സ്റ്റർ. അപ്പോൾ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാട്ടോ. ഇനി ഇതിപ്പോൾ ഞാനല്ല കേട്ടോ നന്നാക്കണം, വൈഫിനെ കൊണ്ടാണ് നന്നാക്കണേ. കാരണം അവൾക്കാണ് കൂടുതൽ ഇഷ്ടം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ. അപ്പോൾ അവൾ നന്നാക്കിക്കോട്ടെ, നമുക്കത് പ്രശ്നമില്ലല്ലോ. നമുക്കിപ്പോൾ ഇത്ര മാംസം കിട്ടിയിട്ടുണ്ട് കേട്ടോ. 2-ൽ നിന്നും അത്യാവശ്യം നന്നായിട്ട് മാംസം കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ തലയുടെ ഉള്ളിലും കാലിൻ്റെ ഉള്ളിലും നന്നായിട്ട് മാംസമുണ്ട്. ഇത് നമ്മളൊന്ന് ഉപ്പിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് ആദ്യം തന്നെ. എന്നിട്ടാണ് നമ്മളത് പൊട്ടിച്ച് കഴിക്കണുള്ളൂ. പിന്നീട് നമുക്കത് ചെയ്യാം. ആദ്യം തന്നെ അത് തിളപ്പിച്ചെടുത്തിട്ട് ബാക്കി ഞാൻ പിന്നീട് കാണിച്ചു തരാം. ഇത് നമുക്ക് ബെൽ പെപ്പറും ഒനിയനും കൂടി ഇതിൻ്റെ കൂടെ തന്നെ സ്ക്യൂറിൽ കുത്തിയിട്ടാണ് നമ്മൾ കബാബ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതും നമുക്ക് മാരിനേറ്റ് ചെയ്യാണ്ട് ആദ്യം തന്നെ ഞാനൊന്ന് ഉപ്പിട്ടതൊന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്കിതുപോലെ സവാള സ്ക്വയർ പീസിലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നമുക്ക് ആ ബെൽ പെപ്പറും സ്ക്വയർ ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് പല കളറുകൾ ഉപയോഗിക്കാം കേട്ടോ. നമുക്ക് പച്ചയോ അല്ലെങ്കിൽ മഞ്ഞയോ കളറുകൾ ഉപയോഗിക്കാം. അപ്പോൾ കുറച്ചും കൂടി നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കളർഫുള്ളായിരിക്കും നമുക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ മീറ്റും കൂടി ഒന്ന് ഇതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്യണം. നമുക്കൊരു 3-4 പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി നമുക്കതെടുത്ത് മാറ്റാം. ഇനി നമുക്ക് ഒരല്പം കുരുമുളക് പൊടിയും ഒരല്പം ഉപ്പിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാം. നമ്മുടെ ഈ മീറ്റൊന്ന് അതിൽ തന്നെ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാം. ഇനി ഞാൻ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നമുക്ക് കുറച്ച് ഗാർലിക് പേസ്റ്റ് ഉണ്ട്, അതും കുറച്ച് ചെറിയാക്കി സോസും കൂടി, ഒരല്പം ചെറിയാക്കി സോസും ഒരല്പം കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. കുറച്ച് കളർ കൂടുതൽ കിട്ടാൻ വേണ്ടി കുറച്ച് കാശ്മീരി മുളക് പൊടി. പിന്നെ ഇതിലൊരല്പം സോൾട്ടും പെപ്പറും. ഇതുകൂടി ഇതിനകത്ത് ഇട്ടിട്ട് ചെറിയാക്കി സോസ് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് 1 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നാലേ നമുക്കത് അതിൻ്റെ അരപ്പൊക്കെ ഒന്ന് പിടിച്ച് നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പോൾ ടേസ്റ്റ് ആയിട്ട് ഇങ്ങനെ കിട്ടുള്ളൂ. ഞാനിപ്പോൾ അത് 1 മണിക്കൂർ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സ്ക്യൂവേഴ്സിലേക്ക് ഒന്ന് കുത്തി ഗ്രില്ല് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് സ്ക്യൂവേഴ്സൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇതേപോലെ. അപ്പോൾ അതൊന്ന് നനച്ച് ഒന്ന് വെള്ളത്തിലിട്ട് വയ്ക്കുകയോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നനയ്ക്കുകയോ ചെയ്യാം. എന്നിട്ട് നമുക്കിതെല്ലാം ഒന്ന് കുത്തിയെടുക്കാം. ഇനി നമ്മളിതൊന്ന് ഗ്രില്ല് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒന്ന് കത്തിക്കാം. ഇനി നമുക്ക് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കാം. നമ്മുടെ ഗ്രില്ലിപ്പോൾ ഒന്ന് ചൂടായിട്ടുണ്ട്.
ഇനി നമുക്ക് ഓരോന്ന് ഗ്രില്ലിലേക്ക് വെക്കാം. ഇനി നമുക്ക് ഇതും കൂടി നമ്മൾ നേരത്തെ തിളപ്പിച്ചെടുത്താണ്, അത് നമുക്കൊന്ന് ഗ്രില്ല് ചെയ്യണം. ഇനി നമുക്ക് തിരിക്കണേക്കാളും ഒന്ന് ബട്ടർ ഒന്ന് ഇവിടെ ഒന്ന് മേളിലും കൂടി ഒന്ന് തേച്ച് കൊടുക്കാം. പിന്നെ കൂടുതൽ അങ്ങനെ ബേണായി പോവില്ല. ഇതിൻ്റെ മേളിലും കൂടി നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി ഞാനൊന്ന് അത് തിരിക്കാൻ പോവാണ്. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചു മറച്ചൊക്കെ ഇട്ടൊന്ന് കൊടുത്തരാം കേട്ടോ. അപ്പോൾ കൂടുതൽ അത് ഒരു സൈഡ് തന്നെ ബേണായി പോവില്ല. ഇതിപ്പോൾ കുക്കായിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് മസാല റൈസും കൂടി ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഈ മസാല റൈസ് ഇതിൻ്റെ മേളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഇവിടേക്ക് എടുത്ത് വയ്ക്കാം. നമുക്കിത് ഇത് തന്നെ വെച്ചിട്ട് ഒന്ന് ഗാർണിഷൊക്കെ ചെയ്യാം. ഇതുപോലെ നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഇവർക്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ മസാല റൈസിൻ്റെ റെസിപ്പി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആക്കി ആ റെസിപ്പിയും കൂടി ഒന്ന് അപ്ലോഡ് ചെയ്ത് തരാം കേട്ടോ. കിടിലൻ ടേസ്റ്റാണ്, നല്ല സൂപ്പർ സ്മെല്ലൊക്കെയാണ് ഇതിന്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീടുകളിൽ. നമുക്ക് പ്രോൺ വെച്ചാലും ചെയ്യാം കേട്ടോ. ഇത് തന്നെ ലോബ്സ്റ്റർ തന്നെ വേണമെന്നൊന്നുമില്ല, നല്ല ടേസ്റ്റി ആയിരിക്കും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് വീടുകളിൽ വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടില്ല, വീഡിയോ ഉണ്ടായിട്ടില്ല. ഇനി നമുക്ക് ഇതിൻ്റെ തലയും കാലൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കണം. ഇതുപോലെ നമുക്ക് ഇടിക്കുറ്റി കൊണ്ടോ അല്ലെങ്കിൽ കട്ടിയുള്ള ഒരു കോലുകൊണ്ടോ ഇതിൻ്റെ ഷെല്ലൊന്ന് പൊട്ടിച്ച് കളയാം. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ മാംസം കിട്ടും കേട്ടോ. നമ്മൾ നേരത്തെ കിട്ടിയേക്കാളും നമുക്ക് കൂടുതൽ മാംസം ഈ തലേന്നും കാലിൽ നിന്നൊക്കെ കിട്ടും. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ കഴിക്കാം. ഇതേപോലെ കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് നമ്മുടെ കേരള സ്റ്റൈലിൽ നമുക്ക് കുടംപുളിയൊക്കെ ഇട്ട് ഞണ്ടൊക്കെ വെക്കുന്ന പോലെ രീതിയിൽ തന്നെ നമുക്ക് അതേപോലെ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഗ്രില്ല് ചെയ്ത പോലെ നമുക്ക് ഒന്നും കൂടി ഗ്രില്ല് ചെയ്തിട്ട് വേണമെങ്കിൽ കഴിക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. കാരണം ഒരുപാട് മാംസം ഇങ്ങനെ തന്നെ നമുക്ക് അതിൽ നിന്ന് വേർപെടുത്തിയെടുക്കാൻ പറ്റും.